ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡിനകത്ത് ഫില്ലിംഗ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ്, അല്ലെങ്കിൽ മല്ലിയിലയാണ്. കൊറിയാൻഡർ ലീവ്സും കൂടെ എടുത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടണം. അടുത്തതായിട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വാടി വരണം. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ പീസസ് ആക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കൊറിയാൻഡർ ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റോൾ ചെയ്യാനുള്ള ബ്രെഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ് സെൻറ്ററിലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 അറ്റം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ എഡ്ജസ് റിമൂവ് ചെയ്യണം നല്ലത്. കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റോളാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്രൈ പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം
ഓരോ ബ്രെഡ് റോളും ഇതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓരോന്നും ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്